പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യെശയ്യാ പ്രവചനം 41 10 വാക്യം വായിക്കാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് യഹോവയായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് വാഗ്ദത്തം ചെയ്യുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഈ ലോകത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾക്ക് ഭയങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. പലരും നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മരിച്ചു വീഴുമെന്ന് പലരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം, യഹോവയായ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ വലം കൈയിൽ പിടിച്ച് നമ്മളെ ശക്തീകരിക്കും. അതാണ് ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതാണ് യെശയ്യാ പ്രവചനം പുസ്തകത്തിൽ യഹോവയായ ദൈവം നമ്മോട് പറയുകയാണ്, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഹല്ലേലൂയ, യാക്കോബിൻ്റെ സന്തതി പരമ്പരകളെ, ഇബ്രാഹാമിൻ്റെ മക്കളെ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ യാക്കോബേ, എൻ്റെ സ്നേഹിതനായ ഇബ്രാഹിമിൻ്റെ മക്കളെ, ഹല്ലേലൂയ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നമ്മെ വേർതിരിച്ച് ചേർത്ത് നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാക്കക്കുഞ്ഞിനും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മെ ശക്തീകരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ വലിയ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഓർക്കും, കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ, നീ എന്നെ മറന്നുപോയോ എന്ന് നമ്മൾ ഓർക്കുന്ന അവസരങ്ങളുണ്ട്. ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്റെ വലം കൈക്ക് നിന്നെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഇസ്രായേൽ മക്കളാണ്, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സന്തതിയാണ്. അപ്പോൾ നമ്മൾ നശിച്ചു പോകുവാൻ, നമ്മൾ താരടിപ്പായി പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കില്ല. ഇസ്രായേലിനെ, ഹല്ലേലൂയ, മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവം അത്ഭുതകരമായാണ് നമ്മെ നടത്തിയത്. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിസ്തംഭം, ഹല്ലേലൂയ, രാത്രിയിൽ അഗ്നിസ്തംഭവും ആയി നമ്മെ നടത്തിയ ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ചെങ്കടലിനെ വിഭാഗിച്ച്, ഹല്ലേലൂയ, ദൈവമക്കളെ ചെങ്കടലിലൂടെ കടന്നുപോയപ്പോൾ അത് ഉണങ്ങിയ നിലം പോലെയായിരുന്നു. മിസ്രയീമ്യര് ചെങ്കടലിൽ കൂടെ നടന്നു വന്നപ്പോൾ അവരെയും അവരുടെ ഫറവോനെയും അവരുടെ സൈന്യത്തെയും കടലിൽ തള്ളിയിട്ട ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ ഉള്ളംകൈയിൽ വഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ വരുമ്പോഴും ദൈവം നമ്മെ താങ്ങുന്ന ദൈവമാണ്. പലരും ഓർക്കും, നമ്മളിതാ മുങ്ങിപ്പോകുന്നു എന്ന് പലരും ഓർക്കും, നമ്മൾ നശിച്ചു പോകുന്നു എന്ന് പലരും ഓർക്കും. പക്ഷേ ദൈവം നമ്മെ ഉള്ളം കൈയിൽ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ വലം കൈയിൽ, ഹല്ലേലൂയ, 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 വലം കൈയിൽ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. വിശ്വാസ സ്നാനമേറ്റ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നീ ജീവിക്കുന്ന നീ പുതിയ നിയമ ഇസ്രായേലാണോ, നിനക്കൊരു നാശം സംഭവിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം നമ്മെ വലം കൈയിൽ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ മത്തായി സുവിശേഷം 14 30 വാക്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുകയാണ്, യേശു ക്രിസ്തു, ഹല്ലേലൂയ, യേശു ക്രിസ്തു രാത്രിയിൽ 4 അവൻ കടൽമേൽ നടന്ന് അവിടെ അടുക്കൽ വരികയാണ്. ഹല്ലേലൂയ. അവനെ കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു പോവുകയാണ്.
ഭൂതമെന്ന് പറയുകയാണ്. നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. യേശു പറയുകയാണ്, നമ്മൾ പേടിക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടുവീന്, ഞാനാകുന്നു. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ രക്ഷിക്കണമേ എന്ന് വിളിച്ചു. യേശു ഉടനെ അവനെ കൈനീട്ടി അവനെ വലം കൈയിൽ പിടിച്ചു. ദൈവമക്കളെ നമ്മൾ മുങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ നമ്മൾ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടായാൽ യേശു കർത്താവ് തൻ്റെ വലം കൈ നീട്ടി നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മുടെ ഉടമസ്ഥനായ ദൈവമാണ് യേശു കർത്താവെന്ന് യേശു കർത്താവ് നമ്മോട് പറയുകയാണ്. പലരും നോക്കിക്കൊണ്ടിരിക്കും, ഹല്ലേലൂയ നമ്മുടെ മരണം, നമ്മുടെ നാശം, ഹല്ലേലൂയ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ നമുക്ക് നന്മ മാത്രമേ ഭവിക്കുകയുള്ളൂ. ഹല്ലേലൂയ ദൈവം നമ്മെ വലം കൈയിൽ പിടിച്ചുകൊണ്ടുണ്ട്. ഓളങ്ങള് ജീവിതത്തില് പ്രയാസങ്ങൾ വരും, ഓളങ്ങൾ വരും. പക്ഷെ അതിനെല്ലാം നമ്മൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തില് ഹല്ലേലൂയ കപ്പൽ അപകടത്തിൽ നിന്ന് പൗലോസ് രക്ഷപ്പെട്ട ശേഷം മെലീത്യ ദ്വീപില് അവിടെ എത്തുകയാണ്. ബർബരന്മാര് അവരോട്, പൗലോസിനോടും കൂടെയുള്ളവരോടും അസാധാരണമായ ദയ കാണിച്ചു. ഹല്ലേലൂയ വളരെ തണുപ്പുള്ളതുകൊണ്ട് അവരെ വിറക് പെറുക്കി തീയിലിട്ട് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ഒരു അണലി അപ്പോസ്തലനായ പൗലോസിന്റെ കൈക്ക് പറ്റുകയാണ്. ആ ജന്തു അവന്റെ വയൽവേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോഴും ഹല്ലേലൂയ നീതി ദേവി അവനെ രക്ഷപ്പെടുവാൻ സമ്മതിക്കുന്നില്ല എന്ന് ബർബരന്മാർ പറയുകയാണ്. ഹല്ലേലൂയ 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 കടൽ രക്ഷപ്പെട്ട് നീതിയെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവനോ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഒരു ദോഷവും അവന് പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വച്ച് ബർബരന്മാർ വളരെ നേരം കാത്തിരുന്നു. അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ല കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറയുകയാണ്. ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ ഈ വിഷമുള്ള പാമ്പ് ദൈവമക്കളെ കടിക്കുമ്പോൾ അവനൊന്നും പറ്റുകയില്ല. ഹല്ലേലൂയ അതിന്റെ വിഷത്തിന്റെ ശക്തിയെ തകർത്ത് കളയുന്നതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ എബ്രായർ ബാലന്മാരെ, ഹല്ലേലൂയ ദാനിയേൽ പ്രവചനത്തില് എബ്രായർ ബാലന്മാരെ തീ ചൂളയില് നെബൂഖദ്നേസർ രാജാവ് ഇട്ടപ്പോൾ, ഹല്ലേലൂയ തീയിൽ കൊണ്ടിടുവാൻ പോയ അവര് മരിച്ചുപോയി. ഇപ്പോൾ എബ്രായ ബാലന്മാരുടെ ശരീരത്തിന്റെ ഒരു രോമം പോലും ഹല്ലേലൂയ വെന്തുപോകാതെ നാലാമനായി ഇറങ്ങി വന്ന യഹോവയായ ദൈവം അവരെ താങ്ങുകയാണ്. 3 പേരെയാണ് ഇട്ടിട്ടുള്ളത് എങ്കിലും നാലാമൻ അവിടെ ഇറങ്ങി വരികയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ദൈവത്തിന്റെ ഭാഗത്ത് ദൈവത്തോട് നമ്മൾ ചേർന്ന് ആണ് ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എത്ര പ്രതിസന്ധികളുടെ നടുവിൽ വന്നാലും ദൈവം അവിടെ നാലാമനായി ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് നെബൂഖദ്നേസർ രാജാവ് തള്ളിയിട്ടപ്പോൾ ഹല്ലേലൂയ അവൻ മരിച്ചു വീഴുമെന്ന് വിചാരിച്ചു. പക്ഷേ യഹോവയായ ദൈവം അവനെ ഇറങ്ങി വരികയാണ്. ദൂതൻ അവിടെ ഇറങ്ങി വരികയാണ്. ദൂതൻ ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായെ ദൈവം അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ സൃഷ്ടാവായ ദൈവം ദാനിയേലിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നുകൊണ്ട് സിംഹങ്ങള് ഹല്ലേലൂയ ദാനിയേലിന് ശുശ്രൂഷ ചെയ്തു. ദാനിയേലിന് ഒന്നും സംഭവിച്ചില്ല. ആ സ്ഥാനത്ത് ജാതീയ മനുഷ്യരെ അവിടെ ഇട്ടപ്പോൾ അവർ കുഴിയുടെ അടിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ കുഴിയുടെ അടിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ദൈവ സിംഹം അവരെ കീറിക്കളഞ്ഞതായി ദൈവത്തിന്റെ വചനത്തില് നമ്മൾ വായിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ആരാണ്? നമ്മൾ ഇസ്രായേൽ മക്കളാണ്. ഹല്ലേലൂയ 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 എബ്രഹാമിന്റെ സന്തതി പരമ്പരകളാണ്. ദൈവം തിരഞ്ഞെടുത്ത സന്തതിയാണ്. അന്ധകാര ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും.
നിന്റെ മേലോ യഹോവ ഉദിക്കുന്നു. നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മുടെ മേൽ ദൈവമാണ് ഉദിക്കുന്നത്. പകൽ സൂര്യനല്ല, രാത്രി ചന്ദ്രനല്ല നമുക്ക് പ്രകാശം തരുന്നത്, ദൈവമാണ് നമുക്ക് പ്രകാശം തരുന്നത്. ആ ദൈവത്തിന് മുഖത്തേക്ക് നമുക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. യോബിന്റെ ജീവിതയാത്രയിൽ അവന്റെ 10 മക്കൾ മരിച്ചുപോയി. അവന്റെ ജീവിതത്തിൽ അവന്റെ ഭാര്യ അവനെ തള്ളിപ്പറഞ്ഞു, അവന്റെ സ്നേഹിതന്മാർ അവനിൽ നിന്ന് അകന്നുപോയി. പക്ഷേ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ വന്നപ്പോൾ യോബിനോട് ദൈവം ചോദിക്കുകയാണ്, ഹല്ലേലൂയ, യോബിനോട് ദൈവം 38 അധ്യായം മുതൽ ഹല്ലേലൂയ യോബിനോട് ദൈവം ചോദിക്കുകയാണ്. ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ദൈവം ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ ഹല്ലേലൂയ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഹല്ലേലൂയ, സമുദ്രം ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകളാൽ അടച്ചവൻ ആര്? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടിയും ഉണ്ടാക്കി, ഞാൻ അതിനെ അതിർ നിയമിച്ചു, കതുകും ഓടാമ്പലും അടച്ചു. ഹല്ലേലൂയ, സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിന് അതിർ നിർമ്മിച്ചവൻ ആര്? ഹല്ലേലൂയ, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാളുടെ ഗർവം നിലയ്ക്കുമെന്ന് അവരോട് സമുദ്രത്തോട് കൽപ്പിച്ചത് ആര്? ഹല്ലേലൂയ, സമുദ്രത്തെ നിയന്ത്രിക്കുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ ഒറ്റവാക്കിനാൽ ഉളവാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയുള്ള ദൈവത്തിന്റെ മകനാണ് നമ്മളെങ്കിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? അവൻ നമ്മെ വരം കയ്യിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയുകയില്ല, അനുദപിക്കുകയുമില്ല. അങ്ങനെയുള്ള ദൈവത്തിന്റെ ഒരു മകനാണ് നമ്മളെങ്കിൽ നമ്മൾ എന്തിനാണ് നീ ഭയപ്പെടേണ്ടത്? എന്തിനാണ് നീ വ്യാകുലപ്പെടേണ്ടത്? നീ ചോദിക്കുന്നതിന് നിരക്കുന്നതിന് മുമ്പ് നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 41 അധ്യായം 10 വാക്യത്തിൽ പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. പ്രവചിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിനാണ് ഭയപ്പെടേണ്ടത്? ദൈവം നമ്മെ ശക്തീകരിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ സഹായിക്കുമെന്ന് ദൈവം തന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്. ദൈവമക്കളെ, നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് അവന്റെ ക്രൂശിലേക്ക് നോക്കി നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ഒരു ദൈവം നമുക്കുണ്ട്. യേശു ക്രിസ്തു നമുക്കുണ്ട്. അവൻ പിതാവിന് വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? ജീവിതത്തിലെ ഓളങ്ങള്, യോബിന്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളുണ്ടല്ലോ, പൗലോസിന്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളുണ്ടല്ലോ, പത്രോസിന്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളുണ്ട്. ഹല്ലേലൂയ, ആ പ്രയാസങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. പക്ഷേ അവിടെയെല്ലാം നാം ദൈവത്തിന് മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നുവെങ്കിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമീൻ.